ഹലോ ഗൈസ്, ഇന്നെൻ്റെ പെങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നേ. ഞാനും എൻ്റെ വൈഫും കൂടി അവൾക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാനായി അസറ കഫേയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ വലതുവശത്തായി കാണുന്ന മനോഹരമായ ആ കാഴ്ചയാണ് കായലിൻ്റെ കുറുകെയുള്ള ആ പാലവും, പിന്നെ കായലിന് ചേർന്ന് കിടക്കുന്ന ഈ മനോഹരമായ കഫേയുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിങ്ങനെ പോകുമായിരുന്നു. നല്ല തണുത്ത കാറ്റും, എന്താ പറയുക, മനോഹരമായൊരു സ്ഥലം. പിന്നെ കാഴ്ചകൾ ഭംഗിയാക്കുന്നത് രാത്രിയാണ്. രാത്രിയാവാൻ കുറച്ച് നേരം കൂടി ഉണ്ട്. അത് നോക്കി ആ ഒരു ടൈമൊക്കെ നോക്കിയാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ കാണുന്ന മനോഹരമായ ഈ ചെറിയൊരു ബിൽഡിങ്ങിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, എന്താ പറയുക, കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ മരങ്ങളും അവിടുത്തെ ചെടികളും ആ കായലും അവിടെ, എന്താ പറയുക, ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയുള്ള ഒരു ചെറു സെറ്റപ്പും, പിന്നെ എല്ലാവർക്കും ഫാമിലിയായിട്ട് വരാനും കപ്പിൾസിനായിട്ട് വരാനും ഇരുന്ന് ആഹാരം കഴിക്കാനായാലും എന്തായാലും അവിടുത്തെ, പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മെനു കാർഡ് എടുത്ത് നോക്കിയിരുന്നു. ഒരുപാട് നമ്മളൊരു ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കഴിക്കാനും കുടിക്കാനുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മെനുവിലുണ്ടായിരുന്നു. നമ്മളങ്ങനെ എല്ലാം നോക്കി ഷമാം, കോക്ടെയിൽ, ബട്ടർ ചിക്കൻ, ഒരു 3 പീസ് നാൻ കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, പിന്നെ നമ്മളവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്, ഇതൊക്കെയാണ് ഈ കഫേയുടെ കാണുന്ന കാഴ്ചകളും. അവിടുത്തെ ഒരു കിച്ചണാണ് ഇപ്പോൾ കണ്ടത്. അല്ലെങ്കിൽ അവിടെ നല്ല സ്പെഷ്യലായിട്ടുള്ള കാണാനും നല്ല ഭംഗിയോട് കൂടിയ ഒരു വണ്ടിയുടെ, എന്നിട്ട് പിന്നെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് നമുക്ക് ഹാപ്പിയാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളവിടെ. പിന്നെ ഞങ്ങളവിടെ ആയിരുന്നു ഡാൻസൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ അങ്ങനെ അവളെ സന്തോഷപ്പെടുത്താനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അങ്ങനെ ആ കാഴ്ചകളൊക്കെ പുറത്തോട്ട് നോക്കുന്ന ഈ ഒരു കായൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടിരിക്കാനായിട്ട് ഒരുപാട്, എന്താ പറയുക, മനസ്സിനൊരു സുഖം, ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം കിട്ടുന്നൊരു ചെറിയ സ്പോട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒത്തിരി ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ഒത്തിരി കപ്പിൾസായാലും ഫാമിലി ആയാലും നമ്മളെ പോലെ കുറച്ച് ആൾക്കാരായാലും വന്നിരുന്ന് കാര്യങ്ങൾ കുറേ സംസാരിക്കാനും എടുക്കാനും ഇതൊക്കെ കാണാനും, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മനസ്സിലൊരു പ്ലാനും ഇല്ലാണ്ടൊക്കെ വന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴ, ഈ കായലിൽ പെയ്യുന്ന ഈ മഴയും, ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് പ്ലേറ്റ് കൊണ്ടുവന്നു. നമ്മൾ ആ ഓർഡർ ചെയ്ത ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ ജ്യൂസും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റായിട്ടേ സാധനങ്ങളൊക്കെ എത്തിക്കുള്ളൂ നമ്മളെ കയ്യിലേക്ക്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മളത് കഴിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ ഇരുന്ന്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനൊക്കെ. കുഴപ്പമില്ലാണ്ട് നമ്മൾ മൂന്നുപേരോടൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളിരുന്ന് കുറേ കഴിഞ്ഞ് സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിരുന്നു. ലൈറ്റ്, എന്താ പറയുക, പിന്നെ നമ്മൾ മുകളിൽ അതിൻ്റെ ആ ബിൽഡിങ്ങിൽ തന്നെ ചെറിയൊരു ഭാഗത്ത് ഇവരെ ആർട്ട് വർക്കും കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ചിത്രങ്ങളും ഓരോ കഴിവുകളൊക്കെ തെളിയിച്ച എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി രാത്രി ഈ ടൈമായി, ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയി. കാരണം നല്ല ആ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭംഗി നമുക്ക് തോന്നിക്കും. എന്ന് വെച്ചാൽ തോന്നിയെന്നല്ല, അവിടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും വേറൊരു കാര്യം. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി എല്ലാം കണ്ടു, ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കയറി എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ നിന്ന് പിന്നെ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോഴാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കയറി വരാനകത്ത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള സംഭവം. അവിടെയൊക്കെ നമ്മൾ ഡാൻസൊക്കെ കളിച്ചിട്ട് അവളെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പതുക്കെ അവിടെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയിട്ട് എല്ലാവരും രാത്രി നൈറ്റാണ് ഇവിടെ കുറച്ചും കൂടി ഭംഗി, കാര്യങ്ങൾ കാണാനും, എന്താ പറയുക, ഇവിടെ വന്ന് ഇരിക്കാനായാലും ഒത്തിരി നേരം നമുക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണിത്. പിന്നെ അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ പിന്നെയും എടുത്ത്, പിന്നെ വീഡിയോസ്, അങ്ങനെ ഇതും ചെറിയൊരു മീൻ വളർത്തൽ കേന്ദ്രമാണ്. പിന്നെ ഇതാണ് എൻ്റെ വൈഫ്. അവൾ ക്യൂട്ടല്ലേ കാണാൻ, എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ?
അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നു പുറത്തോട്ട് നടന്നു അവിടെ നിന്ന് പുറത്തോട്ട് നടന്ന് പതുക്കെ വണ്ടിയുടെ അരികിലേക്ക് എത്തി. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി പോകാനുള്ള തയ്യാറെടുപ്പ്. മഴ ഉണ്ടായിരുന്നു. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ടു. ചെറിയ ചാറ്റൽ മഴയായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. എങ്കിൽ പോലും റെയിൻകോട്ട് ഇട്ടിരുന്നു. വേറെ ഒരു റെയിൻകോട്ടേ ഉള്ളായിരുന്നു. അവർക്ക് പെങ്ങടെ റെയിൻകോട്ട് ഇല്ലായിരുന്നു. അങ്ങനെ അത് വേണ്ടെന്ന് നമ്മൾ ഉപേക്ഷിച്ചു റെയിൻകോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി വണ്ടി തിരിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.